Assalamualaikum. Good morning to all. Welcome to the Max class. We can start our class with dua for knowledge. Rabbi Asir, wala tu asir, wa tamim bil khair, wa biki nasta'inu, ya fattahu, Rabbi sidni ilma, Rabbi sidni ilma, Rabbi sidni ilma. So in the last class we finished the chapter 6. So today we are going to learn the 9th chapter, rational numbers. So അതിൽ 7-ഉം 8-ഉം ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത 9th ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, ചാപ്റ്റർ 9 റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, സോ റാഷണൽ നമ്പേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോ റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഫ്രാക്ഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ നമ്മൾ അഡിഷനും സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ നമ്പേഴ്സ്. സോ റാഷണൽ നമ്പേഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ദി ഫോം P by Q where P and Q are integers and Q not equal to 0. So rational numbers എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജേഴ്സ് ചേർന്ന് ഫോം ചെയ്തേക്കുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. സോ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് P by Q ഫോമിലായിരിക്കും റാഷണൽ നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് വരുന്ന ഫോം എന്ന് പറയുന്നത് P by Q ഫോമിലായിരിക്കും. പിയും ക്യൂവും P and Q are integers. പിയും ക്യൂ എന്തായിരിക്കും? ഇൻറ്റിജേഴ്സ് ആയിരിക്കും. പിയും ക്യൂ എന്തായിരിക്കും? ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അതിൽ ക്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഒരിക്കലും ഡിനോമിനേറ്റർ എന്താവില്ല? 0 ആവില്ല. റാഷണൽ നമ്പേഴ്സിൽ ഡിനോമിനേറ്റേഴ്സ് ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. ബാക്കി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ന് പറയുന്നത് എന്തര നമ്പേഴ്സ് ആയിരിക്കും? ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 4 by 5. So 4 by 5 is a rational number and 4 and 5 are the integers. Okay, so integers rational numbers മെയിൻ ആയിട്ടും പറയുന്നത് എന്താണ്? അതിൻ്റെ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. ഓക്കെ, സോ P is equal to 4 and Q is equal to 5. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് P by Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അതിലെ പിയും ക്യൂവും എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഈ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അങ്ങനെയുള്ള നമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫോർ എക്സാമ്പിൾ 4 by 5 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോമിൽ തന്നെ അല്ലേ? P by Q ഫോമിൽ തന്നെ അല്ലേ ഈ 4 by 5 കിടക്കുന്നത്? ദാറ്റ് ഇസ് P is equal to 4 and Q is equal to 5. ഓക്കെ, നെക്സ്റ്റ് വൺ -3 by 4. സോ -3 by 4 എന്ന് പറയുന്നതും എന്താണ്? ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. റീസൺ എന്താണ്? P by Q ഫോമിലാണ്. സോ P by Qൻ്റെ ഫോമിലല്ലേ -3 by 4. ഓക്കെ, P by Q ഫോമിലാണ്. ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ഈ ഡിനോമിനേറ്റർ ഒരിക്കലും എന്തില്ല? 0 അല്ല അല്ലേ? സോ P is equal to -3 ആണ്. Q എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. Is it clear? അതാണ് എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, numerator and denominator. So ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 174 കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മെൻഷൻ 5 റാഷണൽ നമ്പർ ഈച്ച് ഓഫ് ഹൂ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ന്യൂമറേറ്റർ ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ and denominator is a positive integer. സോ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മൾ റാഷണൽ നമ്പർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ ന്യൂമറേറ്റർ ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ. ന്യൂമറേറ്റർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. സോ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ നമുക്ക് യൂസ് ചെയ്യാം. -3 by 5.
സോ ഇതിലെന്ന് പറയുന്നത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് നമ്പറാണ്. ഡിനോമിനേറ്റർ എന്താണ്? പോസിറ്റീവ് നമ്പറാണ്. Okay, so negative integer and positive integer. So first minus 3/4 or minus 10/11 minus 20/100 എങ്ങനെ വേണമെങ്കിലും വരാം. കാരണം എന്താണ്? ന്യൂമറേറ്റർ മാത്രം നെഗറ്റീവ് ഇൻറ്റിജറും ഡിനോമിനേറ്റർ പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ next numerator is a positive integer and denominator is a negative integer. എന്താണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്? ന്യൂമറേറ്റർ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അങ്ങനെയുള്ളത് എങ്ങനെ എഴുതാം നമുക്ക്? പോസിറ്റീവ് ഇൻറ്റിജർ മുകളിൽ വരണം, നെഗറ്റീവ് ഇൻറ്റിജർ ഡിനോമിനേറ്ററിലും വരണം. ഓക്കെ, 100 minus 1000. Okay, 2 minus 4, 7 minus 3. So ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് ന്യൂമറേറ്റർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഡിനോമിനേറ്റർ ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, സോ അതുപോലെ ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ചെയ്ത് നോക്കുക. എന്താണ്? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബോത്ത് ആർ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തായിരിക്കണം? നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. നെക്സ്റ്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബോത്ത് ആർ പോസിറ്റീവ് ഇൻറ്റിജർ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, next one, equivalent fractions. Equivalent rational numbers. സോ ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷൻ്റെ കേസിൽ എന്താണ്? ഇക്വലന്റ് എന്താണ് ഫ്രാക്ഷൻസ് പഠിച്ചതാണ് അല്ലേ? ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ്, ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം പ്രൊസീജിയർ തന്നെയാണ്. എങ്ങനെയാണ്? ഫൈൻഡ് ദ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഓഫ് -2/3. സോ -2/3 എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇറാഷണൽ നമ്പേഴ്സിലും. ഇവിടെ എന്താണ്? ഒരു നെഗറ്റീവ് സൈൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ഇതിൻ്റെ എല്ലാ ഇൻറ്റിജേഴ്സിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഫൈൻഡ് ദ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഓഫ് -2/3. ഓക്കെ, ഫസ്റ്റ് എങ്ങനെയാണ്? -2/3 എഴുതുക, എന്നിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Okay, so first -2 into, first we have to multiply the numerator, that is -2 into -2, we get -4/3 into 2 is a denominator, we get 6. So first equivalent fraction -4/6. Okay, so then നമുക്കൊരു 5 equivalent fractions എഴുതാം. Next -2/3. So ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെക്സ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Okay, -2 into 3. First we have to multiply the numerator, then we have to multiply the denominator. So -2 into 3 എന്ന് പറയുന്നത് എത്രയാണ്? -6/3 into 3 is 9. Okay, so find the equivalent fractions of -2/3 എന്ന് പറയുന്നത് രണ്ട് ഫ്രാക്ഷൻസ് മാത്രമേ എഴുതുന്നുള്ളൂ. ഫസ്റ്റ് വൺ -4/6 and -6/9. Okay, ഇതാണ് നമ്മളുടെ ഇക്വലന്റ് ഫ്രാക്ഷൻസ്. ഓക്കെ, -2/3ൻ്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണ് ഇത്. സോ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ്, give 4
നമുക്ക് എക്സസൈസ് കൂടെ ഇതിനകത്തൂടെ അങ്ങ് ചെയ്തു പോവാം. എക്സസൈസ് 9.1 നമ്മൾ ടോപ്പിക് അനുസരിച്ച് നമുക്ക് അതിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്തു പോകാം. ഓക്കെ, ഗീവ് 4 റാഷണൽ നമ്പേഴ്സ് ഈക്വലന്റ് ടു first one minus 2/7. So minus 2/7 equivalent fractions ആണ് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യണത്. ഫസ്റ്റ് എത്ര എണ്ണം ഫൈൻഡ് ചെയ്യണം? 4 ഫൈൻഡ് ചെയ്യണം. ഓക്കെ, 4 റാഷണൽ നമ്പേഴ്സ് ഇക്വലന്റ് ടു എത്ര നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യണം? 4 ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്ത് ചെയ്യുക? minus 2/7 ഫസ്റ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. So we get minus 4/14. Okay, next minus 2 into minus 2/7 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So we get minus 6/21. Okay, next minus 2/7 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. We get minus 8/28. Then minus 2/7 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് minus 10/35. So the equivalent fractions are minus 4/14, minus 6/21, minus 8/28, minus 10/35. So നമ്മളുടെ minus 2/7 ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണിത്. നമ്മൾ നേരത്തെ ഉള്ള ചാപ്റ്ററിൽ പഠിച്ചതുപോലെ തന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ എന്ത് കിട്ടും? ഇക്വലന്റ് ഫ്രാക്ഷൻസ് കിട്ടും. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന minus 2/7 ആണ്. സോ ഫസ്റ്റ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും, ദെൻ 3 കൊണ്ട്, ദെൻ 4 കൊണ്ട്, ലാസ്റ്റ് 5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്നത് എന്താണ്? minus 2/7 4 equivalent fractions ആണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് minus 4/14, minus 6/21, minus 8/28, minus 10/35. Is it clear? സോ എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ചത്? നമ്മൾ റാഷണൽ നമ്പേഴ്സ് ആണ് പഠിച്ചത്. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതും പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അതുപോലെ Q നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? So I hope all of you understand. So we will continue the next class. Let's wind up the class. Assalamu alaikum.